അനിമോള് സാബുമാൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈവിൽ അനിമോള് സാബുമാനുമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസർമാർ. ജിഷിൻ ഓൾറെഡി ജയിലിൽ പോയുണ്ട്. ആ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്നത് സാബുമാനാണ്. അപ്പോൾ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനിമോള് സാബുമാനും അവിടെ ഇരിപ്പുണ്ട്. ലൈവിൽ ഓൾറെഡി ടാസ്ക് ആരംഭിച്ച് കഴിഞ്ഞു. നിലവിലിപ്പോൾ ബോട്ടിലിംഗ് ഏജൻസ് ബോട്ടിൽ കളക്ട് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണുന്നത് അനിമോള് സാബുമാൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. നോക്കി അവർ ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, ആ ആദിലൊക്കെ ചെയ്യുന്നത് കണ്ടോ, ആ ബോട്ടിലൊക്കെ ഊതിയാണ് ഉണക്കാൻ നോക്കുന്നത്. ഊതി ഉണക്കാൻ നോക്കുമ്പോൾ തുപ്പലം കുപ്പിക്കകത്ത് പോകും, അവരുടെ ശ്വാസം പോകും. അങ്ങനത്തെ ഉപയോഗിച്ച കുപ്പികളിലേക്കാണ് ഈ ജ്യൂസ് നിറയ്ക്കുന്നത്. അങ്ങനെ ആ ജ്യൂസാണ് നമ്മൾ കുടിക്കുന്നതും അതുപോലെ തന്നെ പല കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതും. കുട്ടികളും മുതിർന്നവരും അടക്കം ഈ ഒരു ജ്യൂസ് മേടിച്ച് കഴിക്കുന്നതല്ലേ. അപ്പോൾ നമുക്കത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നത്? ക്വാളിറ്റിയിൽ ഉണ്ടാക്കണ്ടേ? വെറുതെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ശരിയല്ലേ സാർ എന്ന് സാബുമാൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അനിമോൾ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിടാതെ തന്നെ ക്വാളിറ്റി ഓഫീസർ എന്താണോ ചെക്ക് ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് അനിമോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസർമാരിരിക്കുന്ന ഓഫീസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കമ്പനി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്തുകൂടെ? അപ്പോൾ അങ്ങനെ കണ്ടാൽ പോരെ? എന്തൊക്കെ തന്നെ പറഞ്ഞാലും വൃത്തിക്ക് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക എന്നത് കമ്പനിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ കമ്പനിയിലുള്ളവർ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, വൃത്തിക്കാണോ ക്വാളിറ്റിയിലാണോ, അതവർ ചെക്ക് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യുമോ, ഇതെല്ലാം നമുക്ക് ലൈവിലൂടെ കണ്ടു തന്നെ മനസ്സിലാക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.